ഇത് വലിച്ച വരില്ല കടാ. ഇനി നമ്മളിവിടെ തട്ടി കൊടുത്തിട്ട് വലിച്ച വന്നു. അപ്പോൾ നമുക്ക് ഏര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കണത് കമ്പി 4 ഇഞ്ച് കമ്പി കടാ. അങ്ങനത്തെ 4 ഇഞ്ച് കമ്പിയാണ് നമ്മൾ എടുക്കണത് ഏര ഉണ്ടാക്കാനായിട്ട് കടാ. അപ്പോൾ പഴയൊരു ഏര കയ്യിലുണ്ട് കടാ. അപ്പോൾ ഇതിൻ്റെ നീളം വരണത് ഒരടി 1 ഇഞ്ചാണ് വരണത്. 1 അടി 1 ഇഞ്ചാണ് ഇതിൻ്റെ നീട്ടം വരണത്. ഇതൊരു പഴയ ഏരയാണ്. ഇത് വെച്ചിട്ട് വരയ്ക്കുന്നത് കണ്ട. അപ്പോൾ ഇതിൻ്റെ നീളം 1 അടി 1 ഇഞ്ച് കടാ. ഇവിടെ വരെ വരുന്നുണ്ട് കടാ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അപ്പോൾ പീസ് വെട്ടിയതെടുത്ത് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ നിന്ന് പീസ് വെട്ടിയെടുക്കാം. ഇതിലാണ് വരണത്. 1 അടി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വരണത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ടത് നമ്മൾ റബ്ബർ വലിച്ച് വയ്ക്കാനുള്ള ഇതിനും പിന്നെ മീൻ ഊരി പോകാണ്ടിരിക്കാനുള്ള ലോക്ക് ഇവിടെ ഇതും വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യണത് ആണി മടക്കി വെൽഡ് ചെയ്യുക ചെയ്യണം. അവിടെ ഞാൻ കാണിച്ചു തരാം. കാണാം, ഈ ആണി മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. അതേപോലെ ഇവിടെ വരണോടത്തും വെച്ച് കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. ആണി മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആണി മടക്കാം. ആണി അപ്പോൾ വളച്ചെടുക്കുന്നുണ്ട് കണ്ട. ഈ ആണി വളച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ച് കൊടുത്തിട്ട് കണ്ട. ഇങ്ങനെ വളച്ചെടുത്തു. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ആണി ഞാൻ വളച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉദാഹരണം വളച്ചെടുത്തിട്ടുണ്ട് കണ്ട. വെച്ച് കൊടുക്കുക. അടിയില്ല കണ്ടോ. ഇങ്ങനൊരു ബെൻഡാക്കി വളച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഈ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് ഇവിടെ വെച്ച് കൊടുക്കും. ഇത് മുൻഭാഗത്ത് ഇതിൽ വെച്ച് കൊടുക്കും. ഇത് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഇവിടെയായിട്ട് വെൽഡ് ചെയ്യും. റബ്ബർ വലിച്ചു കൊടുത്ത് കണ്ടോ ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത് പഴയ. ഇനി ഇതിലും വെൽഡ് ചെയ്തെടുക്കണം. ഇവിടെ വെൽഡ് ചെയ്തെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ഉറച്ചെടുക്കണം. അപ്പോൾ വെൽഡിങ് നമ്മുടെ ഞാൻ ഇവിടെ ചീന്തയിൽ വെൽഡ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുറത്ത് പോയിട്ട് ചെയ്യണം. അത് ചെയ്തിട്ട് ഇനി അത് ഉറച്ച് ക്ലിയറാക്കി കാട്ടിരാം. അപ്പോൾ വെൽഡ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ. വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വെൽഡിങ്ങോ ലൈത്ത് വർക്കോ ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ സമീപിക്കാവുന്നതാണ്. ചേട്ടൻ്റെ പേര് ബിജു, ഷോപ്പിൻ്റെ പേര് മാധ ഡീസൽ ഗ്യാരേജ് എന്നാണ്. ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂർ റോഡിൽ പെരിങ്ങാവൂർ ദയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത്. എല്ലാ ചെറിയ വണ്ടികളുടെയും ബോഡി വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ചേട്ടനെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ വെൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊടുന്നു. ഇനി ഇതിനെ ഉരച്ച് മുന്നാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് നന്നായി നീണ്ടു നിൽക്കേണ്ട, ഇത്രയും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ഭാഗം ആണിയുടെ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. അതേപോലെ ഇവിടെയും ഇവിടെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ഉരച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതിൽ നല്ല മോനാക്കി എടുക്കണം. പിന്നെ അത് ഉരച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് കാഞ്ചിരി ഉള്ളിൽ കയറി കിടക്കണ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കണം. അതായത് കാഞ്ചിരി ഉള്ളിലേക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇതുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കണം. നമുക്കിനി അത് ഉരച്ചങ്ങനെ ആക്കിയെടുക്കാം. അത് കട്ട് ചെയ്തിട്ടാ, ഇത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. കണ്ടോ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ഇവിടെയായിട്ട് കട്ട് ചെയ്യുന്നു. ഇനി ഇത് ഉരച്ച് മോനാക്കി എടുക്കും. ഉരച്ച് കളയണം, നന്നായി ഉരച്ച് നല്ല മോനാക്കി എടുക്കണം. ട്രിഗറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടണ ഭാഗമല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണ ഈ ഭാഗം ഇത് കറക്റ്റായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ മിസ്സിങ് ആവും. കണ്ട, അപ്പോൾ ഈ ആരോനെ കറക്റ്റ് ഇങ്ങനെ വരിക. അതായത് നമ്മൾ ഇങ്ങനെയാണ് കടത്തി വയ്ക്കുക. അപ്പോൾ ഈ ഭാഗം മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ ഈ ഭാഗം താഴത്തേക്ക് ആക്കിയിട്ട് ഇതിലായിട്ട് വേണം ഇത് കൊടുക്കാൻ. കണ്ട, ഈ പൊഴി ഇത് വെട്ടി കൊടുക്കാൻ. ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആയിട്ട് കൊടുക്കുക. കണ്ട, ട്രിഗറിൻ്റെ ഉള്ളിലെ ബാക്ക് ഭാഗം കയറുന്ന ഭാഗം ഇത്രയും ഈ പീസിൽ ഇത് ഇവിടെ വരണത്. കണ്ട, ഇവിടെ ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരം വെച്ച് ഉരച്ച് കണ്ട ഇത് വരണത്. വരുന്നത് പിന്നെ ഇവിടെ ഉരച്ച് ഇതേപോലെ ഇവിടെ കളയണം. കണ്ട, ഇങ്ങനെ ഉരച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാക്ക് ഉരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ബാക്ക് ആ പുഴയൊക്കെ വെട്ടിയെടുത്ത് ഉരച്ച് ഇങ്ങനെ എടുത്തു. കണ്ട, തുമ്പ് ഭാഗം ഇങ്ങനെ മൊന്നാക്കി എടുത്തു. കിട, ബാക്ക് ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് ബ്രൈഡ് കെട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈര കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിമ ബാക്കിൽ കണ്ട ഈ കാണുന്നത്. ഇത് ഈ പൊഴി കയറി ലോക്കായി കിടക്കുന്നത് ട്രിഗറിൻ്റെ ഉള്ളിൽ. നമ്മുടെ ആരോടെ പണി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇത് ട്രിഗറിൽ ലോക്കായി കിടക്കണം കാട്ടിയത് കേട്ടോ. നമ്മൾ ഇത് അന്നുണ്ടാക്കിയ ട്രിഗറാണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ട്രിഗർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോയി കാണാം. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കടാ കടാ കയറി ലോക്കായി. ഇനി ഇത് വലിച്ച വരില്ല കടാ. ഇനി നമ്മളിവിടെ തട്ടി കൊടുത്തിട്ട് വലിച്ച വന്നു. ഇത് വലിയ ബലമൊന്നും പിടിക്കണ്ട, സിമ്പിളായിട്ട് കയറ്റിയിടാവുന്ന ട്രിഗറാണ് കടാ. ഇട്ട് പോന്നു കടാ, കയറി ലോഡായി. ഇതെങ്ങനെ വലിച്ചാലും പോരില്ല കടാ, വലിച്ചാലും പോരില്ല. ഇവിടെ വെറുതെ കയറിക്കൊണ്ട് തട്ടി കൊടുത്താൽ അപ്പോട്ട് പോരും. കണ്ടില്ലേ, ഇതാണ് ഏരോൻ്റെ പണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.